യു പിയിൽ ഒരു കളി നടന്നു എന്ന് വേണം പറയാൻ. അതായത് ചെറിയ കളിയൊന്നുമല്ല, ഒരു വലിയ കളി യു പിയിൽ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ നമുക്ക് പ്രിയങ്ക ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മാസ് കടന്നുവരൽ അത് കിഴക്കൻ യു പിയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ യു പിയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രവർത്തനങ്ങളും മികച്ചത് തന്നെയാണ്. എന്താണ് ഈ യു പിയിൽ നിന്ന് വന്ന ഒരു ചിത്രം? ആ ചിത്രത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം മായാവതി ഇതിനിടയ്ക്ക് നൽകിയിരുന്നു. ആ വാർത്ത പബ്ലിക് കേരള നൽകിയതാണ്. അതായത് മായാവതി ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: ഒരു കാരണവശാലും കോൺഗ്രസുമായി നമുക്കൊരു സഖ്യം വേണ്ട, റായ്ബറേലിയിലും അമേഠിയിലും നമ്മുടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല എന്നുള്ള ഒരു ധാരണ മാത്രം നമുക്ക് മതി, മറ്റുള്ള ഒരു രഹസ്യധാരണ പോലും നമുക്ക് കോൺഗ്രസുമായി വേണ്ട എന്ന നിലപാട് മായാവതി എടുത്തപ്പോൾ പോലും അഖിലേഷ് യാദവ് ഒരു മൃദു സമീപനം കോൺഗ്രസുമായി കാഴ്ചവെച്ചിരുന്നു. എന്നാൽ അഖിലേഷ് യാദവിനോടും മായാവതി നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും നമുക്കിടയിൽ ഒരു സഖ്യധാരണ വേണ്ട, അത് രഹസ്യമായും പരസ്യമായും വേണ്ട. അതുകൊണ്ട് തന്നെ പരസ്യമായി തന്നെ മായാവതി കോൺഗ്രസിനെ എതിർത്ത് രംഗത്ത് വരികയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ അവഹേളിച്ചുകൊണ്ട് തന്നെ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് നടന്നു. അതായത് അതിനുശേഷം ചെറിയ മാറ്റങ്ങൾ ഉത്തർപ്രദേശിൽ നടന്നു. അതായത് ഇപ്പോൾ മായാവതി പറയുന്നുണ്ട്, നമുക്ക് അവിടെ ഒരു സഖ്യമുണ്ടാക്കാം, ഒരു രഹസ്യധാരണയൊക്കെ നമുക്ക് പരസ്പരമാവാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അഖിലേഷ് യാദവിനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് ചിലയിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് BSPയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം എടുത്തു നോക്കിയാൽ നമുക്കൊരു ചിത്രം നൽകുന്നത് 2009 കോൺഗ്രസിന്റെ തേരോട്ടമാണ്. അതായത് 21 സീറ്റുകൾ 2009 കോൺഗ്രസ് നേടുകയുണ്ടായി. 22 സീറ്റ് നേടിയിട്ടുണ്ട്. 21 സീറ്റുകൾ വളരെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കോൺഗ്രസ് 2009 അവിടെ നേടിയിട്ടുണ്ട്. എന്നാൽ ഈ 2009 നേടിയ മണ്ഡലങ്ങളിലൊക്കെ അധികവും കോൺഗ്രസ് തകർത്തത് BSPയാണ്, BSPയുടെ വോട്ട് ബാങ്കുകളെയാണ്. അതായത് ഏറ്റവും വലിയ എതിരാളി അവിടെ BSP ആയിരുന്നു കോൺഗ്രസിന് മേലിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വളർച്ച അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നേറിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി BSPയുടെ വോട്ട് ബാങ്കുകൾ നേരിടും. അതുകൊണ്ട് BSPക്ക് ഒരു പതനം ഉറപ്പാണ്. അപ്പോൾ മായാവതി ആദ്യഘട്ടത്തിൽ നിന്നുള്ള സ്വഭാവ രീതികളൊക്കെ മാറ്റി അഖിലേഷ് യാദവിനോട് പറഞ്ഞു, നമുക്കൊരു രഹസ്യധാരണയുമായി കോൺഗ്രസുമായി മുന്നോട്ട് പോകാമെന്ന്. അതായത് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു രഹസ്യ നീക്കം നടത്താൻ മായാവതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വ്യക്തത എന്ന് പറയുന്നത് 22 സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിന് 2009 കിട്ടിയ 22 സീറ്റുകളിലും നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 2009 കണക്കുകൾക്ക് അപ്പുറമായിരുന്നു 2014 കണക്കുകൾ. അതായത് 2014 വരുമ്പോൾ ചിത്രത്തിലേ ഇല്ലാതിരുന്ന BJP ചിത്രത്തിലേക്ക് കടന്നു വന്ന് ഈ മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറുകയും ഉണ്ടായി. ഇവിടെയൊക്കെ ഈ 22 മണ്ഡലങ്ങളിൽ ഒരു രഹസ്യ നീക്കം നടത്താൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചു. അതായത് കോൺഗ്രസും രാഹുൽ ഗാന്ധി ആ വാർത്തകളൊക്കെ നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ഒരു രഹസ്യ നീക്കം തീരുമാനിച്ചു. ആ രഹസ്യ നീക്കത്തിലൂടെ BSP കോൺഗ്രസിനെ സഹായിക്കുന്നു, കോൺഗ്രസ് BSPയെ പല മണ്ഡലങ്ങളിൽ സഹായിക്കുന്നു. എങ്ങനെയാണ് ഈ പല മണ്ഡലങ്ങളിൽ രഹസ്യമായി സഹായിക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ജാതി വോട്ടുകളൊക്കെ BSPയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതായത് 10,000-ൽ കൂടുതൽ വോട്ടുകൾ 22 മണ്ഡലങ്ങൾക്ക് പുറമെയുള്ള മണ്ഡലങ്ങളിൽ, വിജയസാധ്യത കോൺഗ്രസിന് ഇല്ലാത്ത മണ്ഡലങ്ങളിലൊക്കെ BSPക്ക് 10,000-ൽ കൂടുതൽ വോട്ടുകൾ തിരിച്ചു നൽകാനുള്ള ഒരു രഹസ്യധാരണ. ഈ രഹസ്യധാരണ വിളിച്ചോതുന്നത് 22 മണ്ഡലങ്ങളിലും ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് BJPയുടെ വോട്ട് ബാങ്കുകൾക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകി ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിൻ്റെ ഒരു വ്യക്തത എന്ന് പറയുന്നത് പ്രിയങ്കയുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളുമാണ്. അതായത് അടിവേരിൽ നിന്ന് തന്നെ പ്രയത്നം തുടങ്ങി മായാവതിക്ക് ഒരു നല്ല മറുപടി പ്രവർത്തനത്തിലൂടെ നൽകി. ഒടുവിൽ മായാവതിക്ക് ഒരു ബോധമുണ്ടാക്കി കൊടുത്തു. കോൺഗ്രസുമായി ഒരു രഹസ്യധാരണ പോലും ഇല്ലാതിരിക്കുന്നത് വലിയ തിരിച്ചടിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് പലയിടങ്ങളിലും 22 മണ്ഡലങ്ങൾക്ക് പുറമെയുള്ള മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ BSPയുടെ സ്ഥാനാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തുമ്പോൾ 22 മണ്ഡലങ്ങൾ കോൺഗ്രസിന് വിജയപ്രതീക്ഷ നൽകുന്ന
22 മണ്ഡലങ്ങളിൽ, അതായത് സുൽത്താൻപൂർ അടക്കം അടങ്ങുന്ന മണ്ഡലങ്ങളിൽ ഒരു പിന്തുണ, രഹസ്യ പിന്തുണ സമാജ്വാദി പാർട്ടിയിൽ നിന്നും, അതായത് മഹാസഖ്യത്തിൽ നിന്നും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ഒരു ചിത്രം എന്ന് പറയുന്നത് 15-ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ഇപ്രാവശ്യം ഉത്തർപ്രദേശിൽ നേടും എന്നുള്ളതാണ്. അതായത് ശക്തമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ 15-ന് മുകളിലുള്ള സീറ്റുകൾ പ്രിയങ്കയുടെയും ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും പ്രവർത്തനത്തിലൂടെ നേടുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.